Hi dear students. Next topic is area under the graph. Area under the graph. എന്താണ് upper sum, lower sum എന്നുള്ളത് പറഞ്ഞു. ഒരു A, B എന്നുള്ള ഇന്റർവെൽ define the function graph. Suppose this is something like this. Now we have to find the area under this graph. This is the area under the graph. Like this. We try to estimate this area. Estimate എന്നാൽ ഏകദേശ വാല്യൂ കണ്ടുപിടിക്കുക. We can approximate this area by using lower sum and upper sum. To find the lower sum, we divide the closed interval AB into sub-intervals by inserting x1, x2, etc. xk minus 1. When we call A as x0 and B as xn. So, closed interval AB is divided into n sub-intervals x0, x1, x1, x2, etc. xn minus 1. xn minus 1. Now, we define step functions in each sub-interval. അപ്പോൾ രണ്ട് വിധത്തിലുള്ള സബ്-ഇന്റർവൽ ആണ് ഡിഫൈൻ ചെയ്യുക. ഈ ഗ്രാഫിന് ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂവിനേക്കാളും കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ലോവർ സം ഉണ്ടാക്കാൻ. നമ്മള് ലോവർ സം ഉണ്ടാക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അടുത്തത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിവൃത്തിയുള്ളൂ. നേരത്തെ ഗ്രാഫൊക്കെ ഇതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. ലോവർ ഇങ്ങനെ. അടുത്തത് ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷനോട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താല് we will get area we get the lower sum like this. We get the lower sum like this, area under this. ഈ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ താഴെയുള്ള ഏരിയകള് ഈ ഏരിയ ആഡ് ചെയ്താൽ നമുക്കറിയാം ഈ നമുക്ക് ആവശ്യമുള്ള ഏരിയനെക്കാളും ഒരുപാട് കുറവായിരിക്കും ഏരിയ എന്നറിയാം. This is what we are doing. We estimate this area by finding the lower sum. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, നമ്മൾ ലോവർ സം കാണാൻ പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ, റൈറ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, വാട്ട് അബൌട്ട് അപ്പർ സം ഇൻ ദിസ് ഇന്റർവൽ? ഇതേപോലെ അപ്പർ സം നമുക്ക് കാണാൻ പറ്റും. ഇതേ ഇന്റർവെൽ തന്നെ നമ്മള് മാക്സിമം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ആയിരിക്കും ഇവിടെ ആകുമ്പോ അങ്ങനെയാണ് വരിക. ഇവിടെ ആകുമ്പോ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ആകുമ്പോ ഇങ്ങനെ ഈ പീക്ക് വരുമ്പോ അവിടെ വെച്ചിട്ടാണ് റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഗ്രാഫിന്റെ ബാക്കി വാല്യൂവിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ അപ്പർ സം കൺസ്ട്രക്ട് ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്,
we reduce the size of each subinterval. ഈ x1 കുറച്ച് ഇങ്ങോട്ടിട്ട് എന്താവും? x1 കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്താലേ നമുക്ക് വീണ്ടും ഈ ഏരിയ, അപ്പൊ ഒരു ഉദാഹരണം നോക്കാം. ഇഫ് യു ഡിവൈഡ്, ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളൊരു എക്സ്ട്രാ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ലോവർ സം ഇതുണ്ടായിരുന്നു, പക്ഷെ അപ്പർ സം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇവിടെ എത്രയോ പോയിന്റ്സ്, എത്രയോ വാല്യൂസ് നമുക്ക് ഇത്ര അപ്പർ സം എത്ര ഉണ്ടാവുള്ളൂ, പിന്നെ ഇത്ര ഉണ്ടാവുള്ളൂ, ഇത്രയും ഇങ്ങനെയാണ്. അപ്പൊ അവിടെ റെക്ടാങ്കിൾ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എത്രയും ആവശ്യമില്ല, നമ്മൾ എടുത്ത ഇത്രയും സ്പേസ് നമുക്ക് നേരത്തെ നമുക്ക് ഔട്ടായിരുന്ന ഇത്രയും സ്പേസ് നമ്മൾ തെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് പുറത്തു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടീഷൻ ഇൻക്രീസ് ചെയ്താല്, നമ്പർ ഓഫ് പാർട്ടീഷൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്താല് ഇന്റർവെലിന്റെ എണ്ണം ഇൻക്രീസ് നോക്കുക. അപ്പർ സമ്മിലും ലോവർ സമ്മിലും ഉണ്ടാകുന്ന വ്യത്യാസം നോക്കുക. അപ്പർ സം, ലോവർ സം ഇതായിരിക്കും, അപ്പർ സം ഇങ്ങനെ ആയിരിക്കും നോക്കുക. അപ്പൊ ഇത്രയും സ്പേസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്, എക്സ്ട്രാ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് പോയി. നമ്മളുടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. when the number of partition increases or when the width of the subinterval decreases, upper sum decreases and lower sum increases, right? Okay, ഇവിടെ നമ്മൾ പുതിയൊരു പാർട്ടീഷൻ പോയിന്റ് എടുത്താല് ലോവർ സം കൂടും. ലോവർ സം ഇത് തന്നെയാണ്. അത്രയും ലോവർ സം എത്രയും കൂടുതൽ വരും. അപ്പർ സമ്മിലോ, അപ്പർ സമ്മിൽ കുറവും വരും. അപ്പോ when the number of partition increases, upper sum decreases and lower sum increases, right? So the area, both areas, എന്താ പറയാ, ലോവർ സമ്മും അപ്പർ സമ്മും കൂടുതൽ ഈ നമുക്ക് ആവശ്യമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്ലൂ അല്ലെങ്കിൽ ഈ റെഡ് കളറിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഏരിയ നമുക്ക് ആവശ്യം. ഈ കർവിന്റെ താഴെ കറക്റ്റ് ഏരിയ, ആ ഏരിയനോട് അടുത്ത് വരും. അതാണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളെ ഈ എക്സാം, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. Use upper sum and lower sum. To find the area under the graph of f of x equal to x, x belongs to closed interval 0. അപ്പോൾ ആദ്യം f of x equal to x ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1 എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കുക. f of x equal, so നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ക്ലോസ് ഇന്റർവെൽ 0, 1, 0, 2. ഈ ഇന്റർവെല്ലില് നോക്കുക f of x equal to x, x belongs to 0 എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെൽ ആണ്. Now we have to find this area under this graph. അപ്പൊ ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. We divide the closed interval 0, 1 into how many subintervals? We divide closed AB. Closed AB അല്ല, ഇവിടെ closed 0, 1 ആണ്. Closed 0, 1 into
n equal subintervals. n equal subintervals. എങ്ങനെയാണ് അത് n equal subintervals ആയിട്ട് ഡിവൈഡ് ചെയ്യുക? നമുക്കറിയാം, അപ്പൊ നമ്മളെ ഡെൽറ്റ എക്സ് കെ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി kth subinterval നമ്മൾ എക്സ് കെ എന്നാണ് പറയാം. 1 minus 0 by upper limit minus lower limit by number of intervals. അല്ലേ? ആകെ ഈ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയാണ്? 1. അതിനെ n ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓരോ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയായിരുന്നു? 1/n. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ഒക്കെ 0, 1/n ലെങ്ത് 1/n, 2/n, 3/n, 4/n, അങ്ങനെ ഇവിടെ n minus 1/n. ഈ 1/n ല് 1/n എന്നുള്ള പോയിന്റിൽ ഇവിടുത്തെ വാല്യൂ 1/n ആയിരിക്കും. കാരണം f of x = x ആയതുകൊണ്ട് ഇവിടെയും 1/n ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാല്, so we have got the sub intervals. എന്താണ്? 0, 1/n, 1/n, 2/n, 2/n, 3/n. ഇതാണ് നമ്മളുടെ ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 becomes like this. n minus 1/n, n/n എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇതാണ് നമ്മളുടെ സബ് ഇന്റർവെൽസ്. ഈ ഓരോ ഇന്റർവെല്ലിലും നമ്മുടെ f of x എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? നമ്മൾ 2 സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ g of x ഉം h of x. g of x equal to ലോവർ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? 0 ഫസ്റ്റ് സബ് ഇന്റർവെല്ലിലെ മിനിമം വാല്യൂ, ഫസ്റ്റ് സബ് ഇന്റർവെല്ലിലെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 0 മുതൽ 1/n വരെ. നമുക്ക് റൈറ്റ് എൻഡ് പോയിന്റ് ഒഴിവാക്കി. കാരണം ഒരു ഫംഗ്ഷന്റെ പോയിന്റ് ഒരു വാല്യൂ ഉള്ളത്. അപ്പോ അതേപോലെ ഈ 1/n ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 1/n ആയിരിക്കും. 1/n 2/n മിനിമം വാല്യൂ 1/n, 1/n ലെസ് ദാൻ ഓർ x ലെസ് ദാൻ 2/n, 2/n, 2/n ലെസ് ദാൻ ഓർ equal to x ലെസ് ദാൻ 3/n. അപ്പൊ അവസാനം എന്താണ് വരിക? n minus 1/n, n minus 1/n ലെസ് ദാൻ ഓർ equal to x. ഇവിടെ ലെസ് ദാൻ ഓർ equal to 1 ആണ്, കാരണം 1 വേറെ ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെയാണ് ആ ഗ്രാഫ് വരിക നോക്കാം. ഇവിടെ ഇങ്ങനെ ഇന്റർവെൽ ഇങ്ങനെ എടുക്കുന്നുണ്ടാവുക, ഇവിടെ ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ. ഇങ്ങനെ 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 ഡിഫൈൻ ചെയ്ത് പോകുന്നു. This will be the lower sum. The lower sum എന്താണെന്ന് ഇതിൽ മനസ്സിലായല്ലോ അല്ലേ? This will be the lower sum, and we define h of x. What will be h of x? Upper sum rate. ഓരോ ഇന്റർവെല്ലും മാക്സിമം വാല്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ 0 എന്താണ് വരിക? സോറി 0 അല്ല, ആദ്യത്തെ ഇന്റർവെല്ലിൽ എത്ര എടുക്കുക? 1/n എടുക്കുക. കാരണം 0, 1/n ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ 0, 1/n
ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എടുക്കുക. ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ് വരിക? 1/n. നമ്മളുടെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് പോവാ. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ പോവാ. അടുത്ത ഇന്റർവെല്ലിൽ ഇങ്ങനെ, ഇവിടെ ഹോള് ഇവിടെ ഫിൽ ചെയ്തു. ഇങ്ങനെയാണ് സ്റ്റെപ്പ് പോവാ. ഇങ്ങനെയാണ് സ്റ്റെപ്പ്. മാക്സിമം വാല്യൂ ആ ഇന്റർവെല്ലിലെ മാക്സിമം വാല്യൂ കൊണ്ടാണ് ഇങ്ങനെയാണ്. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ അപ്പർ. അപ്പൊ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവുക? 1/n 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ എന്താ 1/n 2/n 1/n ലെസ് ദാൻ or equal to x less than 2/n. ഇങ്ങനെ 3/n 1/n 2/n less than or equal to x less than 3/n, etc. Last value 1 n minus 1/n less than or equal to x less than or equal to n/n or 1. ഇതാണ് ഇങ്ങനെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ദിസ് ഈസ് ദ ലോവർ ഫംഗ്ഷൻ ആൻഡ് ദിസ് ദ അപ്പർ ഫംഗ്ഷൻ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ ലോവർ സം ആൻഡ് അപ്പർ സം. നൗ വാട്ട് വിൽ ബി ദ ലോവർ സം? ലോവർ സമ്മിന് നമ്മൾ L എന്ന് കൊടുക്കുകയാണ്. ലോവർ സമ്മിന് നമ്മൾ L എന്ന് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ലോവർ സം? എന്തായിരിക്കും? Okay, length of the interval into value of the function. So 0 into the interval length 1/n plus രണ്ടാമത്തെ ഇന്റർവെലിന്റെ ലെങ്ത് 1/n ഫംഗ്ഷന്റെ വാല്യൂ 1/n. മൂന്നാമത്തത് ലെങ്ത് ഇന്റർവെൽ 1/n എല്ലായിടത്തും 2/n പ്ലസ് അടുത്ത 1/n into 3/n അല്ലെ, അടുത്ത 1/n into 4/n. എപ്പോഴും അവസാനിക്കുക ലാസ്റ്റ് ടേം എന്താണ്? Plus etc. plus 1/n into this equal to what is that? 1/n can be taken as common. ആദ്യത്തെ ടേം 0 ആയിപ്പോയില്ലേ? രണ്ടാമത്തെ ടേം മുതൽ 1/n അല്ലേ? ശരി, 1/n സ്ക്വയർ എന്ന് പുറത്തെടുത്തൂടെ? 1/n സ്ക്വയർ എല്ലാ ടേമിലും പുറത്തെടുക്കാം. ബാക്കി എന്താ ഉണ്ടാവുക? ന്യൂമറേറ്റർ മാത്രം ഉണ്ടാവും. 1 into 1 plus 1 into 2 plus 1 into 3 plus ലാസ്റ്റ് ടേം 1 into n minus 1. So is the sum of first n minus 1 terms is equal to 1/n square into n minus 1 into n minus 1 plus 1/2 അല്ലേ? n minus 1 into n into n plus 1/2 അല്ലേ? sum of first n natural numbers. So n minus 1 into n minus 1 plus 1 ആണ് എത്ര? n/2. Okay, this is equal to ഒരു ടേം ഇതിന് ഒരു n ഇതിന്ന് n പുറത്തെടുക്കാം. n into n minus എന്താണ് വരിക? n പുറത്തെടുത്ത് എന്താണ് വരിക? അതിന് 1 minus 1/n എന്നല്ല വരിക. n പുറത്തെടുത്ത n into 1 minus 1/n into n divided by 2n square ആണ് ഡിനോമിനേറ്റർ. n-ഉം n-ഉം ക്യാൻസൽ ആവും. സ്ക്വയർ. So what is that? Equal to 1 minus 1/n all divided by 2. This is the lower sum. Now what about upper sum? What about upper sum? Upper sum we call upper sum as u. എന്താണ് വരിക? 1/n into length of 0 1/n. പിന്നെ അടുത്ത് 2/n into 1/n 3/n into 1/n etc. ലാസ്റ്റ് എന്താണ് വരിക? 1/n into 1 വരെ വരും അല്ലേ? 1
1നെ നമുക്ക് n by n എന്ന് എഴുതാം. 1നെ നമുക്ക് n by n എന്ന് എഴുതാം. ശരിയല്ലേ? ഈ 1/n² എല്ലാവർക്കും ഫോം എടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ചെയ്താണ്. അപ്പോൾ ഈക്വൽ ടു 1/n² into 1 plus 2 plus etc plus n അല്ലേ? ഇതിൽ 1/n² into n into n plus 1 divided by what is that? നേരത്തെ പോലെ ഈ രണ്ടാമത്തെ ടേം n കൊടുത്തല്ലേ 1/n² into n into can be n into 1 plus 1/n divided by 2 n² n cancel. This 1 plus 1/n divided by 2. This is u. Now what about L and u? L equal to L L equal to 1 minus 1/n by 2. U equal to 1 plus 1/n by 2. When n becomes very large, what happens? Okay, area ne kurichu endu parayam? Area ne kurichu endu parayam? If A is the area, A lies between L and lower sum is smaller than the required area and upper sum is slightly bigger than the area. So area lies between 1 minus 1/n by 2 less than or equal to A less than or equal to 1 plus 1/n divided by 2. So what will be the area? When n is very large, 1/n becomes smaller and smaller and approaches 0 as n tends to infinity. So we can say that area is എന്താ പറയാ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് രണ്ട് നമുക്ക് സ്ക്വീസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ? സ്ക്വീസ് തിയറം കേട്ടിട്ടുണ്ടാവും, സീക്വൻസിന്റെ സ്ക്വീസ് തിയറം കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ലിമിറ്റ് ആസ് n becomes very large is 1/2, as n becomes very large is 1/2. So A must be 1/2. Okay. Use upper sum and lower sum to evaluate the area under f of x equal to x. Function മാറ്റല്ല, 1 less than or x less than or equal to ഇന്റർവെൽ ആണ് മാറ്റം. ഈ ഏരിയ നിങ്ങൾ ഇതേ ഐഡിയ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ.